ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളെ പുതിയ രണ്ട് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താനാണ്. അതായത് ഇപ്പോൾ ശരിക്കും ക്ലാസ് ടി ആമ്പുകൾ ചെയ്യുന്നത് കൂടി വരുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പല ടൈപ്പിലുള്ള ക്ലാസ് ടി ബോർഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്കൊരു ഹൈഫൈ ആംപ്ലിഫയർ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റംസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എന്തായാലും നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതായത് ഇതൊരു ക്ലാസ് ടി ബോർഡും അതേപോലെ തന്നെ അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു SMPS ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. കണ്ടില്ലേ, ഇതാണ് നല്ലൊരു ഹൈഫൈ ആമ്പൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ടി ആമ്പ്. വയർ എന്ന കമ്പനിയുടെ ഒരു സ്റ്റീരിയോ ക്ലാസ് ടി ബോർഡാണ്. അതായത് 2C200 വേർഷൻ 1 എന്ന് പറയുന്ന മോഡലിലാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ ക്ലാസ് ടി ആമ്പിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇവിടെ കറക്റ്റായിട്ട് തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് DC 24 വോൾട്ടേജ് തൊട്ട് ഒരു 38 വോൾട്ടേജ് വരെ DC സിംഗിൾ സപ്ലൈ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓഡിയോ ഔട്ട് എന്ന് പറയുന്നത് ഡുവൽ ഓഡിയോ ചാനൽ ഔട്ടാണ്. അതായത് നമുക്ക് ഇതിലേക്ക് ഒരു സ്റ്റീരിയോ ഇൻവെർട്ട് കൊടുത്താൽ നമുക്ക് 2 ഔട്ട് ഇതിനകത്ത് നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്തതിൻ്റെ അകത്ത് ഡീറ്റെയിൽ എഴുതിയിരിക്കുന്ന സ്പീക്കർ സോക്കറ്റിന്റെ സൈസും അതേപോലെ തന്നെ പവർ സോക്കറ്റിന്റെ സൈസിന്റെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് 2C200 എന്ന് പറഞ്ഞാൽ നമുക്ക് 200 വാട്ട്സ് വെച്ച് 2 ഓഡിയോ ഔട്ട് എടുക്കാൻ സാധിക്കും. അതായത് 200 വാട്ട്സ് വെച്ച് നമുക്ക് 2 ഔട്ട്പുട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാൻ സാധിക്കും. പ്ലസ് 200 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് ഈ ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് 200 നമുക്ക് കിട്ടുന്നത് ശരിക്കും 3 ohmസിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോർമലി 4 ohms തൊട്ട് 8 ohms വരെ ഈ ബോർഡിൽ നമുക്ക് സുഖമായിട്ട് കൊടുക്കാം. അതായത് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് 4 ohm സ്പീക്കർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 8 ohmസോ 6 ohms ഒക്കെ ആയിരിക്കും. മോസ്റ്റ്ലി 4 ohms ആണ്. 4 ohmസിൽ നമുക്ക് ചെറിയൊരു ഡ്രോപ്പ് വരും, ഒരു 190 വാട്ട്സ് വരെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പം ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു SMPS കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പ് എന്ന് പറയുന്നത് TPA 3251 എന്ന് പറയുന്ന ഒരു ചിപ്പാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് 200 RMS നമുക്ക് ക്വാളിറ്റി ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് ഈ ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ICയുടെ മേലെ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബോർഡിന്റെ ഡീറ്റെയിലേക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലൈന്റ് ഒന്നും ഇല്ലാതെ നമുക്കൊരു ലോങ് ലാസ്റ്റിംഗ് കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്. ഇതിന്റെ സെന്ററിലേക്ക് വരുവാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ട് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെയാണ് ഇതിന്റെ ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതിന്റെ അടുത്തായിട്ട് ഇവിടെ ഒരു ഫാനിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ബോർഡിന് വേണമെങ്കിൽ ഫാൻ കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു കണക്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് ഒരു ഫാനിന്റെ കണക്ഷൻ കൊടുത്താൽ ഇത് വർക്ക് ചെയ്യത്തില്ല. ഇവിടെ ഒരു ബ്രിഡ്ജ് പോലെ ഒരെണ്ണം ഒരു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു റെസിസ്റ്റർ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണം നമുക്കിത് ഫാൻ കൊടുക്കാൻ. ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഹീറ്റ് സിങ്കിൽ തന്നെ ഹീറ്റോ കാര്യങ്ങളൊന്നും ആകുന്നില്ല. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റർ ഇട്ടുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്കൊരു 12 വോൾട്ട് ഫാൻ കൊടുക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 ഓപ്പാമ്പ് IC എടുത്തിട്ടുണ്ട്. അതിലേക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഡയോഡ് കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് നമുക്ക് ഇതിന്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് DC 38 വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 200 RMS കിട്ടുന്ന രീതിയിലാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ടിന് വേണ്ടി കറക്റ്റായിട്ട് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് വളരെ സിമ്പിളായിട്ട് ഇതിലേക്ക് ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഔട്ട്പുട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും ഫ്രണ്ട് റൈറ്റ് ഒക്കെ നല്ല ഒരു ഹെവി ആയിട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഉപകാരമായിട്ടുള്ള നല്ലൊരു ബോർഡാണ്. അപ്പോൾ ഇതിന് പറ്റുന്ന ഒരു ഹെവി ആയിട്ടുള്ള ഒരു SMPS ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഏകദേശം ഒരു 600 ഗ്രാം ഇതിന്റെ വരുന്നുണ്ട്. അതായത് 1/2 കിലോയുടെ മുകളിൽ വെയിറ്റും ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതേപോലെ ക്വാളിറ്റി SMPS കൂടെ വെക്കുവാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് നല്ല ക്വാളിറ്റി തന്നെ നമുക്കിത് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 36 വോൾട്ടേജ് 10 ആംപിയറിൽ സിംഗിൾ സപ്ലൈ ഔട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു SMPS ആണ്. ഈ SMPSലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഹീറ്റ് സിങ്കും അതേപോലെ തന്നെ ഇതിന്റെ റെക്ടിഫയർ സെക്ഷനും കപ്പാസിറ്ററും എല്ലാം നല്ല ഒരു ക്വാളിറ്റി ഉള്ള രീതിക്ക് തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ബോർഡിലേക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്.
ഇനി ഇതിന്റെ ഇവിടെയാണ് ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് AC കൊടുക്കേണ്ടത്. ആമ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്. ഇതിനകത്ത് സോഫ്റ്റ് സ്റ്റാർട്ടിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കറണ്ട് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഹെവി ആയിട്ട് ഒരു ആമ്പിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഔട്ടിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു 4 പിന്ന് കാണും. ഇത് ശരിക്കും ഈ സെയിം ബോർഡ് തന്നെയാണ് ഡുവൽ സപ്ലൈയിലും അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡുവൽ സപ്ലൈയുടെ രീതിക്ക് ഇവിടെ ഒരു കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന സിംഗിൾ സപ്ലൈ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കമ്പനി ആ രീതിക്കാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു സൈഡിൽ 2 പ്ലസും അടുത്ത സൈഡിൽ 2 ഗ്രൗണ്ടും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഒരു 36 വോൾട്ടേജ് DC ഔട്ട് സിംഗിൾ സപ്ലൈ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ SMBS ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെയാണ് നമ്മളിത് സെയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയുടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. ആവശ്യക്കാർക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടും മേടിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നല്ലൊരു ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട് തന്നെ കിട്ടുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. ഈ ബോർഡിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചെറിയൊരു ക്യാബിനറ്റിൽ നമുക്ക് ഇങ്ങനെ വെച്ചോ അല്ലെങ്കിൽ ഏത് രീതിയിലും ഇതിനെ ഡിസൈൻ ചെയ്തിട്ട് നമുക്കൊരു ആമ്പോ ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടും ആർക്കും ഇതിന്റെ കണക്ഷൻ എല്ലാം കൊടുത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.